ഇന്ത്യയുടെ പക്കൽ പോലും ഇല്ലാത്ത 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന്റെ പക്കൽ എത്താൻ പോകുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. ചൈനയാണ് അവരുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള J-35 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് വളരെയധികം ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരം J-35കൾ 40 എണ്ണമാണ് പാകിസ്ഥാന്റെ കൈകളിൽ എത്താൻ പോകുന്നത്. നമ്മുടെ പക്കലുള്ള യുദ്ധവിമാനമായിട്ടുള്ള റഷ്യൻ നിർമ്മിത Su-30 MKയും അതുപോലെ തന്നെ ഫ്രാൻസ് നിർമ്മിതമായിട്ടുള്ള റഫേലുകളും 5th ജനറേഷൻ കാറ്റഗറിയിൽ പെടുന്ന ഫൈറ്റർ ജെറ്റുകളല്ല. എന്നാൽ പാകിസ്ഥാന്റെ കയ്യിൽ ഇനി കിട്ടാൻ പോകുന്ന ഈ ഒരു ഫൈറ്റർ ജെറ്റ്, അതായത് J-35 എന്ന് പറയുന്ന ഈ ഫൈറ്റർ ജെറ്റ് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണ്. J-35 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ആണ്. അതായത് സ്റ്റെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ റഡാറിൽ പെടാതെ തന്നെ ആ രാജ്യത്ത് ആക്രമണം നടത്തി തിരിച്ചു വരാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റുകൾ. അത്തരം ഫൈറ്റർ ജെറ്റുകളാണ് ഈ സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന് പറയുന്നത്. ഇത്തരം ഫൈറ്റർ ജെറ്റുകളെ കണ്ടെത്തി നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ശ്രമം അത് നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിരവധി വർഷങ്ങൾ ഇനിയും സമയമെടുക്കും. കാരണം ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ലോകത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 രാജ്യങ്ങൾ മാത്രമേ ഈ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അതിൽ 1 എന്ന് പറയുന്നത് അമേരിക്കയാണ്, 2 റഷ്യയാണ്, 3 ചൈനയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര കണ്ട് ഡിഫിക്കൽട്ട് ആണ് ഇത്തരം ഒരു ഫൈറ്റർ ജെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതിനാൽ തന്നെ നമ്മൾ സ്വന്തമായ ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും എടുക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് ഈ ഒരു 3 ഓപ്ഷൻ തന്നെയാണ് ഉള്ളത്. അതായത് ചൈന, അമേരിക്ക, അതുപോലെ തന്നെ റഷ്യ. ഓബിയസ്ലി ചൈനയിൽ നിന്ന് നമ്മൾ എന്തായാലും ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കില്ല, അതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചേക്കാം. ബാക്കി വരുന്ന 2 ഓപ്ഷനാണ് അമേരിക്കയുടെ F-35ഉം അതുപോലെ തന്നെ റഷ്യയുടേതായിട്ടുള്ള Su-57ഉം. അമേരിക്കയുടേതായിട്ടുള്ള F-35 ഒരുപക്ഷെ ഇന്ത്യ പരിഗണിച്ചേക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള Su-57 എന്ന് പറയുന്ന ഈ ഒരു ഫൈറ്റർ ജെറ്റിനാണ്. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ നിരവധി യുദ്ധോപകരണങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ Su-30 MK എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ഫൈറ്റർ ജെറ്റുകളാണ് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. റഷ്യ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സുഹൃത്ത് രാജ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ Su-57 എന്ന് പറയുന്ന ഈ ഒരു ഫൈറ്റർ ജെറ്റിന് സാധ്യത കൂടുതലുണ്ട്. ഈ രാജ്യങ്ങളല്ലാതെ തന്നെ മറ്റൊരു രാജ്യം കൂടി ഈ ഒരു സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള ഫൈറ്റർ ജെറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സൗത്ത് കൊറിയയാണ്. പക്ഷേ അവരൊരു മാസീവ് രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൗത്ത് കൊറിയയെ ഇങ്ങ് മാറ്റി നിർത്താം. തീർച്ചയായിട്ടും ഇത്തരം ഒരു ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന്റെ പക്കൽ എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഇത് ചൈനീസ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആണ്. ഇതിന്റെ എത്ര കണ്ട് ഒരു ക്വാളിറ്റി, എത്ര കണ്ട് ഇതിനൊരു യുദ്ധത്തിൽ പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളതൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുകയില്ല. കാര്യമായ ഒരു ഫൈറ്റിൽ ഒന്നും തന്നെ ഈ ഒരു ഫൈറ്റർ ജെറ്റ് പങ്കെടുത്തിട്ടില്ല. ഈ ഒരു ഫൈറ്റർ ജെറ്റിന്റെ മേന്മ എത്ര കണ്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുവരെ ചൈന പാകിസ്ഥാൻ ഈ ഒരു ഫൈറ്റർ ജെറ്റ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ കൊടുത്തേക്കാം. ഇത് സംബന്ധിച്ച് ചൈനീസ് മീഡിയ തന്നെയാണ് ആദ്യമായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടു തന്നെ അറിയണം ഇത്തരം ഒരു ഫൈറ്റർ ജെറ്റ് ചൈന പാകിസ്ഥാന് കൊടുക്കുമോ എന്നുള്ളത്.